സോ അക്കാഡമിയയിൽ ഒരുപാട് ഉം. ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. Yes. സോ ലൈക്ക് ഇൻ വാട്ട് ഓൾ സെൻസസ് എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രൂപത്തിലാണ് ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഒന്ന് വർക്ക് ടൈമിന്റെ കാര്യം പറഞ്ഞു, അതെ. അതല്ലാതെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം അല്ലാതെ വേറെ എന്തൊക്കെ അഡീഷണൽ പെർക്കുകളാണ് മെയിൻ ആയിട്ട് മറ്റ് വർക്കിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ MNC ഒരു ജോബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസർച്ച് ഏരിയയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? സോ ആസ് യു സെഡ്, ഇപ്പം നമുക്ക് വർക്കിന്റെ ടൈമിങ്ങിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഇപ്പൊ നമുക്ക് ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ കേസിലായാലും അപ്പൊ അതിനകത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പോ ഏതെങ്കിലും ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ളത്, ഓക്കെ, അങ്ങനെ ഒരു സാധനത്തിലായിട്ട് നമുക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ് ഞാൻ വർക്ക് ചെയ്യുക, അപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്തു, ആ പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ഓക്കെ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അണ്ടർ റീസണബിൾ ലിമിറ്റ്സ് നമുക്കത് മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് പലപ്പോഴും ഇപ്പം ജോബ്സിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ എപ്പോഴും കുറച്ചുകൂടി നമ്മൾ സ്ട്രിക്ട്ലി മോണിറ്റേർഡ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും യെസ്, ഇന്ന ദിവസം നമുക്ക് എന്താണ് അപ്ഡേറ്റ്സ് കൊടുക്കേണ്ടത്, പർട്ടിക്കുലർലി നമ്മൾ ഇൻഡസ്ട്രിയിലാവുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് യെസ്, ഇന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്ത ഇംപ്രൂവ്മെന്റ്സ് എന്നുള്ളത് കുറച്ചുകൂടെ ഷോർട്ട് ടൈം പീരീഡ്സ് നമുക്കത് എപ്പോഴും കൊടുക്കേണ്ടി വരും. അക്കാഡമിയിൽ അത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് ജനറലി ബാക്കിയുള്ള ഫ്രീഡം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ അക്കാഡമിയിലാണെങ്കിൽ നമുക്ക് ഇപ്പോ കോൺഫറൻസുകൾക്ക് പോകുന്നത് അത് കുറെ കൂടെ മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം വേറെ സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് വർക്ക് പ്രസന്റ് ചെയ്യാൻ പോകണമെന്നില്ല, അപ്പൊ അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സാമ്പിൾ അക്കാഡമിയിലുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമുക്കിപ്പം വേറെ എന്തെങ്കിലും സമ്മർ സ്കൂൾസ് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാനാണെങ്കിലും അതിനൊക്കെ ആയിട്ട് യൂഷ്വലി ഫണ്ടിങ് കിട്ടാനോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പോസിബിലിറ്റീസ് ഉണ്ട്. വേറെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ, ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എല്ലാ ദിവസവും നമ്മൾ സെയിം ആയിട്ടുള്ള വർക്ക് ചെയ്യുകയാണ്, നമ്മൾ സെയിം ഓഫീസിലേക്ക് പോവുകയാണ്, സെയിം ആയിട്ടുള്ള ആൾക്കാരെ കാണുകയാണ്. അങ്ങനെ അല്ലാതെ കുറെ കൂടെ ആൾക്കാരുമായിട്ട് ജനറലി നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള അത് കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് അക്കാഡമി. പിന്നെ നിങ്ങൾ BSMS പഠിച്ച സമയത്ത് തന്നെ പല നാഷണൽ ലെവൽ എക്സാമുകളും എല്ലാം എഴുതുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് ഓരോന്നിനും ഏത് സമയം മുതലാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഓക്കെ, ഐ മീൻ നമ്മുടെ ശരിക്കും ഇപ്പൊ ഈ നാഷണൽ ലെവൽ എക്സാംസ് എല്ലാം ഇപ്പൊ നമ്മളുടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പം CSIR ആണ് ഒരെണ്ണം ഉള്ളത്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. പിന്നെ CSIR നെറ്റ് അല്ല, അതുപോലെ തന്നെ ഗേറ്റും ആണ് രണ്ട് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ NBHM ഉണ്ട്. പിന്നീട് പല അല്ലാത്ത എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്. അതിപ്പോ TAFR അവരുടേതായിട്ടുള്ള തന്നെ എൻട്രൻസ് എക്സാം വെച്ചിട്ടാണ് അവരുടെ PhD അഡ്മിഷൻ. അതുപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ്. അപ്പോ അതുപോലെ തന്നെ NBHMന്റെ നാഷണൽ ബോർഡ് ഓഫ് ഹയർ മാത്തമാറ്റിക്സിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ, അതും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതാണ്, ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ജനറലി ഉള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ MSCയുടെ ഒപ്പം തന്നെ അതേ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുകയാണ് എങ്കിൽ ആണ് എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള എക്സാംസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുക. അല്ലാതെ അതിന് സെപ്പറേറ്റ് MSc പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സാധനങ്ങളും MSCയുടെ ജസ്റ്റ് ഉള്ള സിലബസ് കാര്യങ്ങളും ഡെപ്തിൽ പഠിക്കുക, ഓക്കെ, അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എക്സാംസ് എഴുതാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് അതെ, അതുപോലെ തന്നെ നമ്മളിപ്പം മാത്ത് എന്ന് പറയുന്നത് ജനറലി നമുക്ക് ഓരോ ലെവലിൽ നമുക്കിപ്പോ ഒരു ലെവൽ പഠിക്കുന്നത് ഓൾറെഡി അതിനെ ബിൽഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതിനെ ബിൽഡ് ചെയ്യുകയാണ്. ബാക്കിയുള്ള സബ്ജക്ട്സിനെക്കാട്ടി മാത്തിന് ഡിഫറെന്റ് ആവുന്ന ഒരു പോയിന്റ് അതാണ്. നമ്മൾ എസെൻഷ്യലി നമ്മൾ താഴത്തെ ലെവൽ തൊട്ടേ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻട്രൻസ് എക്സാമിനേഷൻസിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. ഓക്കെ, ആൻഡ് പിന്നെ അത് കൂടാതെ നമുക്ക് അതിന്റെ ബാക്കിയുള്ള അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിന്റെ തന്നെ ഇപ്പൊ ഒരുപാട് മെറ്റീരിയൽസ് ജനറലി അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ആക്ച്വലി അങ്ങനെയുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതും ഐ മീൻ നമ്മുടെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമ്മളെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി ഭാവിയിൽ മുന്നോട്ട് പോയി PhD ചെയ്യാൻ ആഗ്രഹമുള്ള, ഇപ്പോൾ നമ്മുടെ മീറ്റിംഗിൽ BSc സ്റ്റുഡൻസ് ഉണ്ടാവും, BSc ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മുതലുണ്ടാവും. ഒരു BSc അല്ലെങ്കിൽ MSc ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഭാവിയിൽ PhD ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ലാതെ അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത് നന്നാവുക? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു പ്രൊഫസർ തന്നൊരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇപ്പൊ സമ്മർ സ്കൂൾസ് അറ്റൻഡ് ചെയ്യാനായിരുന്നു.
അപ്പോൾ ഇവിടെ ഇപ്പൊ ഇന്ത്യയിലാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സമ്മർ സ്കൂൾസ് ഉണ്ട്. ഇപ്പൊ ജനറലി കോളേജ് സ്റ്റുഡൻസിനെ എയിം ചെയ്തിട്ട് സമ്മർ സ്കൂൾ. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഒന്ന് MTTS എന്ന് പറയുന്ന ഒരു സമ്മർ സ്കൂളാണ്. അപ്പൊ അത് നമുക്ക് സെക്കൻഡ് ഇയർ BSc തൊട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, MTTS. ഓക്കെ, അത് മാത്തമാറ്റിക്സ് ട്രെയിനിങ് ആൻഡ് ടാലന്റ് സെർച്ച് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അവരുടെ 3 വർഷത്തെ, അതായത് BSc സെക്കൻഡ് ഇയർ, BSc തേർഡ് ഇയർ, അത് കണക്ക് തന്നെ MSc ഫസ്റ്റ് ഇയർ. അപ്പൊ അവരുടെ സമ്മറിൽ ഒരു 1 മന്ത് പ്രോഗ്രാം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെണ്ണം SPIM എന്ന് പറഞ്ഞിട്ട്, അത് HRI, ഹരിശ്ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെതാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് 1 മന്ത് പ്രോഗ്രാം ആണ്. എന്നാൽ നമുക്ക് ആനന്ദേട്ടന്റെ ടോക്കുമായിട്ട് മുന്നോട്ട് പോവാം. കിരണേട്ടൻ പിന്നീട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. സോ ആനന്ദേട്ടൻ എന്ന് പറഞ്ഞ ഈ മീറ്റിങ്ങിലുള്ള ഒരുപാട് UG സ്റ്റുഡൻസിന് വലിയൊരു മാതൃകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തേർഡ് ഇയർ നാട്ടിലെ കോളേജിന്റെ പേര് ഞാൻ മറന്നുപോയി, ഏത് കോളേജിലായിരുന്നു പഠിച്ചത്? യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ, UC കോളേജ് എന്ന് പറയും, ആലുവയിലുള്ള. സോ ആലുവ UC കോളേജിൽ തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓൺ ഗോയിങ് ആയിരുന്ന സമയത്ത് തേർഡ് ഇയറിൽ ഓൾ ഇന്ത്യ റാങ്ക് 9 ആണ് ഏട്ടന് കിട്ടിയത്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് ഒരു കുട്ടിക്കും അടുത്ത ഒരു 10 വർഷം, ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് എടുത്താൽ ഒരാൾക്കും ആ ഒരു റാങ്ക് ഈവൻ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഓൺ ഗോയിങ് സമയത്ത് അത്രയും നല്ല മാർക്ക് ജാമിൽ സ്കോർ ചെയ്ത് IIT ബോംബെയിൽ MSc ചെയ്തു. IIT ബോംബെയിൽ 2 വർഷം MSc ചെയ്തതിന് ശേഷം പിന്നീട് IIT മദ്രാസിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PhD ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ ഒരു സ്റ്റേജിലാണ്. ഓക്കെ, സോ ആനന്ദേട്ടനെയും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇവിടെ ഒരു ലൈക്ക് ആക്ച്വലി ആനന്ദേട്ടനായിട്ട് സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് ലൈക്ക് എനിക്ക് ഓഫ് കോഴ്സ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആനന്ദേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സജഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു ആസ് വെൽ. ഓക്കെ, സോ ആനന്ദേട്ട ഓവർ ടു യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് തന്നെ. അപ്പോൾ ഞാൻ മുന്നത്തെ ടോക്ക് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തോളൂ. അപ്പോൾ എത്രത്തോളം പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. എന്നാലും എന്തെങ്കിലും റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നാലും ഞാൻ ആദ്യമേ എൻ്റെ ജേണി പറയാം. അപ്പോൾ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ടേ എനിക്ക് മാത്സിനോട് വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മാത്സ് മുന്നോട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു എക്സാമിനെ കുറിച്ചും ഒന്നും അവെയർ അല്ലായിരുന്നു. അതായത് നമുക്ക് ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കാമല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡിഗ്രിക്ക് നല്ല കോളേജ് നമുക്കിപ്പോൾ നമുക്കറിയാം, CMI, ISI പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് എൻട്രൻസ് എഴുതി കിട്ടാവുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ സാധാരണ നമ്മുടെ കോളേജിൽ പഠിച്ച് UC കോളേജ് ആലുവയിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും എനിക്കറിയില്ല എന്തൊക്കെയാണ് നമ്മളവിടെ പഠിക്കേണ്ടി വരിക. അതായത് മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പോയുള്ളൂ. മാത്സ് ആയിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. പക്ഷെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നമ്മളുടെ ഡിഗ്രി സിസ്റ്റം ഇതാണ്. അതായത് ഫസ്റ്റ് 2 വർഷം നമ്മൾ മാത്സ് എന്ന് പറയുന്ന ഒരൊറ്റ പേപ്പറേ പഠിക്കുന്നുള്ളൂ ഓരോ സെമിസ്റ്ററിലും. പിന്നെ എല്ലാം ലാംഗ്വേജുകളും മറ്റ് സബ്ജക്റ്റുകളും കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളാണ് വരുന്നത്. ഫൈനൽ ഇയറിലാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതെനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനൊരു മറ്റുള്ള സ്റ്റേറ്റിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടല്ലോ ഇന്നത്തെ കാലത്ത്, അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു സെക്കൻഡ് ഇയർ എത്തുമ്പോഴാണ് ജാമിനെ കുറിച്ച് അറിയുന്നത്. IITസിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന IITസിൽ BTech മാത്രമേ ഉള്ളൂ എന്നാണ്. നമുക്ക് MSc പല സയൻസ് സബ്ജക്റ്റുകളിലും നമുക്ക് MSc മാത്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞത് പിന്നീടാണ്. ഒരു സെക്കൻഡ് ഇയറിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, എനിക്ക് എപ്പോഴും ഒരു സ്വഭാവമുണ്ട്, ചെറുപ്പം തൊട്ടേ മാത്സ് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചുമ്മാ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. കാരണം സെക്കൻഡ് ഇയറിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അധികമൊന്നും പഠിക്കുന്നില്ല ഡിഗ്രിയിൽ. ആ സ്റ്റേജിൽ നമ്മളൊന്നും അധികം പഠിച്ചിട്ടുണ്ടാവില്ല. മാക്സിമം ശ്രമിക്കുമായിരുന്നു. അപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് പല ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ശ്രമിക്കുമായിരുന്നു.
പിന്നീട് ഞാൻ ആക്ച്വലി ജാമിനെ ഫോക്കസ് ചെയ്ത് ഇതിലേക്ക് ഇറങ്ങിയത് ഏകദേശം ഞാൻ ഫൈനൽ ഇയർ ലാസ്റ്റ്, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും ജാം മാത്രമായിട്ടല്ല ഞാൻ പറയണേ, പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പഠിച്ചത് ജാമാണ്. പക്ഷെ അത് വെച്ച് എനിക്ക് മറ്റേ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. കാരണം നമ്മളുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിരിക്കും മിക്ക ടോപ്പിക്സും, ചില വ്യത്യാസങ്ങളേ വരുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലാസ്റ്റ് 4-5 മാസമാണ് ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അത്രയും ഇതായിട്ട് പഠിച്ചിട്ടുള്ളൂ. അതിന് മുന്നേ എന്ന് വെച്ച് അത് മാത്രമല്ല എൻ്റെ ഇത് ക്ലിയർ ചെയ്യാനുള്ള മുന്നേ ഞാൻ ചെയ്ത പല കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സെപ്റ്റംബർ, നിങ്ങൾക്കറിയായിരിക്കും ഫെബ്രുവരി ഏർലി വന്ന ഒരു എക്സാമാണ് ജാം എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് മറ്റ് എക്സാമുകളൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് കൂടിയില്ല. ചിലപ്പോൾ നമ്മുടെ ഡിഗ്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സെമിസ്റ്റർ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 4-5 മാസം മുന്നേ തന്നെ പ്രിപ്പറേഷൻ ശരിക്കും അതിലേക്ക് വളരെ ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. സ്വയം തന്നെ പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്യുമായിരുന്നു. അതായത് നമുക്ക് പറയാം, നമുക്ക് കൺസെപ്റ്റ് പഠിക്കണം, ടെക്സ്റ്റ് ബുക്കുകൾ അതൊക്കെ നോക്കി സബ്ജക്ട് ബൈസ് സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ആയിട്ട് യൂസ്ഡ് അല്ല ഇത് സോൾവ് ചെയ്ത്. അതായത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അല്ലല്ലോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും ഇതിൽ ഇത്തരം എക്സാംസുകൾ ചോദിക്കുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ, പ്രത്യേകിച്ച് ഇതുപോലത്തെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ. അപ്പോൾ അത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രത്യേകം അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ആണെങ്കിലും അല്ലാതെ തന്നെ ഞാൻ സെർച്ച് ചെയ്തിട്ടായാലും കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു, കൂടുതൽ സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിത് ക്ലിയർ ആവാനുള്ള ഏറ്റവും വലിയ കാരണം ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് സോൾവ് ചെയ്ത് ഇതായിട്ട് യൂസ്ഡ് ആയി ഇത്തരം പ്രോബ്ലംസ് ചെയ്ത്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഈച്ച് ടൈം ഇമ്പ്രൂവ് ചെയ്യും ഇത്തരം പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം എക്സാമുകളിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്നുള്ളതാണ് ഇത്തരം എക്സാമുകളുടെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ചെയ്യാൻ എടുക്കുന്ന സമയം കുറയ്ക്കാൻ കൂടി കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾ ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുമായിരിക്കും, പക്ഷെ പിന്നീട് അതുപോലത്തെ ഒരു കാര്യം കാണുമ്പോൾ ഓരോ തവണ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതിലൂടെ. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം നമുക്ക് കുറച്ചുകൊണ്ട് വരാനുള്ള ഇതുണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാൻ പറ്റുന്ന സജഷൻ, നിങ്ങൾ എൻ്റെ കേസിൽ അത് സംഭവിച്ചില്ല, എന്നാൽ പോലും നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ, ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോൾ കുറേ കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും പഠിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിലും. അതായത് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യാം. ഇങ്ങനത്തെ എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയോ, അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ ഷെയർ ചെയ്യാം. ഇതിലൂടെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എൻ്റെ കേസിൽ അങ്ങനെ സംഭവിച്ചില്ല, എനിക്ക് അങ്ങനെ ഒരു പിയർ ഗ്രൂപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇതും ഒരു നല്ലൊരു സജഷൻ ആണ് എങ്ങനെ ഇത്തരം എക്സാമുകൾ ക്ലിയർ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് പോസിബിൾ ആണ്. നമ്മൾ സാധാരണ കോളേജിൽ പഠിച്ച ആളുകൾക്ക് ഈവൻ ഫൈനൽ ഇയറിൽ തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ ഇയർ എടുക്കാതെ തന്നെ ഇറ്റ് ഈസ് പോസിബിൾ ഇത് ക്ലിയർ ചെയ്യാൻ. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം പ്രോബ്ലംസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല നമ്മൾ കോളേജുകളിലാണെങ്കിലും ഇതിലൊന്നും. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. പ്രത്യേകിച്ച് എക്സാമിന്റെ പ്രിപ്പറേഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ സോ ഈ പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഈ പ്രശ്നമാണ്, നമ്മളുടെ സിലബസിന്റെ പ്രശ്നങ്ങളും. നമ്മൾ ആ സ്റ്റേജിൽ നമ്മൾ അത്രയും പഠിച്ചെത്തിയുണ്ടാവില്ല. കമ്പയറിങ് ടു മറ്റ് സ്റ്റേറ്റുകളിൽ സ്റ്റുഡൻസ് പലരും ഓണേഴ്സ് ഡിഗ്രി പഠിക്കുന്നവരായിരിക്കും. അവർ തുടക്കം തൊട്ടേ ഈ പറയുന്ന ബേസിക് സബ്ജക്ട്സ് പഠിച്ച് ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിച്ച് തുടങ്ങുന്നവരാണ്. അപ്പോൾ അത്തരം ആളുകളോടായിട്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ കുറവ് വരുന്നത്, ഇത്തരം എക്സാംസ് ക്ലിയർ ചെയ്ത് വരുന്നത്. പക്ഷെ സ്റ്റിൽ ഇറ്റ് പോസിബിൾ ആണ്. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നല്ല, ഇപ്പോൾ
ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച ആളല്ല, ഇത് വളരെ ഇഷ്ടപ്പെട്ട് പഠിച്ച ആളാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിൽ ഞാൻ എപ്പോഴും എനിക്ക് എന്താ പറയാ, വളരെ ഇഷ്ടമായിരുന്നു ചെയ്യാൻ. അപ്പോൾ മാത്സിനോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റി നല്ല റാങ്കോടെ. അങ്ങനെ ഞാൻ IIT ബോംബെയിൽ മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പോൾ ഇത് കിട്ടുമ്പോഴും എനിക്കറിയില്ല ഞാൻ IIT ബോംബെ ചെന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടി, അത് കഴിഞ്ഞ് ഫ്യൂച്ചറിൽ എന്താണ് എന്നുള്ളത്, ഞാൻ PhD ചെയ്യാം എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ എന്താണ് PhD, എന്താണ് അതിൽ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴും അവയർനെസ്സിന് കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ പറഞ്ഞു വരുന്നത്, അപ്പൊ ഞാനിപ്പോ അത് കഴിഞ്ഞ് MSc പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ IIT മദ്രാസിൽ PhD ചെയ്യാണ്, ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ PhD ഞാൻ കൂടുതലും റിസർച്ച് രീതിയിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ പറയാം. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ IIT മാത്രമല്ല, ഞാനിപ്പോൾ IIT ഫോക്കസ് ഞാൻ അങ്ങനെ വന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തിയാലും ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്തരം ഇവിടെയുള്ള ഫാക്കൽറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ റിസർച്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതെങ്കിൽ, ഇത്തരം ഇവിടെയുള്ള ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്ലി റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ പല മാത്തമാറ്റിക്സ് തന്നെ പല ഡിഫറെന്റ് ഏരിയാസിലും, ഇൻക്ലൂഡിങ് പ്യുവർ മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, പലരും കോൺസ്റ്റന്റ്ലി റിസർച്ച് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമുക്ക് മാസ്റ്റേഴ്സിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളായിട്ട് ഇടപെടാനും, അതിൻ്റെ കൂടെ തന്നെ ഇതിലൂടെ നമുക്ക് അവരുടെ കൂടെ പ്രൊജക്റ്റ് ചെയ്യാം, അവരായിട്ട് കൂടുതൽ സംസാരിക്കുന്നതിലൂടെ കറന്റ്ലി എന്താണ് റിസർച്ചിൽ സംഭവിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞ് നമുക്ക് PhD പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് റിസർച്ചിനെ കുറിച്ചൊരു ധാരണ ആക്ച്വലി കിട്ടും. പൊതുവെ സംഭവിക്കുന്നത് മാസ്റ്റേഴ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നേരെ PhD, ഇതെല്ലാം ഡിസ്കണക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് PhDയിലേക്ക് നമ്മൾ കടക്കുന്നു, അതിനുശേഷം നമ്മൾ എന്താണ് റിസർച്ച് എന്ന് പഠിച്ച് വരിക ചെയ്യുന്നത്. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാസ്റ്റേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഗുണം, ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, ഇത്തരം ഫാക്കൽറ്റീസ് ആയിട്ട് ഇവരോട് പ്രൊജക്ട് ചെയ്യാൻ പല രീതിയിലുള്ള ഇന്ററാക്ഷൻസിലൂടെ നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്താണ് റിസർച്ച്, ബേസിക്കലി എന്താണ് റിസർച്ച്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാം, ഇപ്പൊ കറന്റ്ലി എന്താണ് ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നും സാധാരണ ഒരു സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. നമ്മൾ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്നു, നമ്മളത് പഠിക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ PhDയിലേക്ക് വരുമ്പോൾ, ഇപ്പൊ PhD ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ ആണ്. കാരണം ഒരുപാട് ഇയേഴ്സ് നമ്മൾ എന്താ പറയാ, ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കേണ്ട, അപ്പൊ അത്രയും ഇയേഴ്സ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കൂടി ഒരു കാര്യമാണ് PhD എന്ന് പറയുന്നത്. അതായത് ഓൾമോസ്റ്റ് അറൌണ്ട് 5 years ആണ് PhDയുടെ കാലയളവ് നമുക്ക് വരിക, ഏകദേശം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പൊ PhDയിലേക്ക് നമ്മൾ അതിൽ ഏറ്റവും വലിയ, ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണ്. അതായത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിൽ ഞാൻ പറയാം. അതായത് നമുക്ക് ഫണ്ടിങ് വേണമല്ലോ നമുക്ക് സർവൈവ് ചെയ്യാനും കാര്യങ്ങൾക്കും. അപ്പോൾ ഇതിൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസും ഇപ്പോൾ ഓഡിയൻസിൽ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് നെറ്റ് എക്സാംസ് ഉണ്ട്, JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റിയ, അതുപോലെ ഗേറ്റ് എക്സാംസ്, അതുപോലെ NBHM MSc സ്കോളർഷിപ്പ് ഉണ്ട്, PhD സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇത്ര എക്സാംസ് എഴുതി കഴിഞ്ഞാൽ, നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PhD ചെയ്യാൻ എലിജിബിൾ ആണ്. ഇത് വെച്ച് നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇതിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോ ഈ പറഞ്ഞ എല്ലാ ഫെലോഷിപ്പിലും ഏകദേശം ഇപ്പൊ JRF SRF എന്ന് പറഞ്ഞാണ് വരുന്നത്. JRF മീൻസ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതായത് നമുക്ക് ആദ്യത്തെ 2 വർഷം നമ്മൾ PhDയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ജൂനിയർ റിസർച്ച് ഫെല്ലോ ആയിരിക്കും, അത് ആദ്യത്തെ 2 വർഷം. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം നമ്മൾ അപ്ഗ്രേഡ് ആവും, അത് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഈ പറഞ്ഞ ഫെലോഷിപ്പിലെല്ലാം 37K 37,000 രൂപയാണ് നമുക്ക്
JRF ആയിട്ട് JRFന്റെ എമൗണ്ട്, അതായത് ഫസ്റ്റ് 2 years നമുക്ക് 37,000 രൂപ പെർ മന്ത് ലഭിക്കുന്നതാണ്. 37,000 എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്, അതായത് അവരുടെ അക്കോമഡേഷനിലാണെങ്കിൽ നമുക്ക് 37,000 രൂപ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പുറമെ അവരുടെ ഹോസ്റ്റൽ ഉപയോഗിക്കാതെ നമ്മൾ പുറമെ സ്റ്റേ ചെയ്യാൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന HRA കൂടി അവൈലബിൾ ആണ്. അത് ഏകദേശം 27% ഓഫ് നമ്മളുടെ സാലറി എത്രയാണോ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഏകദേശം ടോട്ടൽ ഒരു 50K കിട്ടും അങ്ങനെയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അത് JRFന്റെ ആണ് പറഞ്ഞത്, അതായത് ഫസ്റ്റ് 2 years. അപ്പൊ നമുക്ക് 5 വർഷമാണ് ഈ ഫെലോഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. PhD ചെയ്യുന്ന 5 years നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ SRF ആയിക്കഴിഞ്ഞാൽ, അതായത് 2 years കഴിഞ്ഞ് നെക്സ്റ്റ് 3 years നമ്മൾ SRFിലോട്ട് അപ്ഗ്രേഡ് ആവും, സീനിയർ റിസർച്ച് ഫെല്ലോ. അത് ഏകദേശം ഒരു 42,000 രൂപ നമുക്ക് ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് കിട്ടും. 42,000 രൂപ പ്ലസ് HRA നമ്മൾ പുറമെ നിൽക്കാൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഏകദേശം 50 to 55 നമുക്ക് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതില് പിന്നെ മാത്രമല്ല, ഇപ്പൊ ഡിഫറൻറ്റ് ഞാൻ ഫെലോഷിപ്പ് ഞാൻ പറഞ്ഞു, ഓരോന്നിലും ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്ന എമൗണ്ടിൽ വ്യത്യാസമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കോണ്ടിൻജൻസി എന്ന് പറയുന്ന ഗ്രാൻഡും കൂടി കിട്ടും. അതായത് ഇപ്പോൾ നിങ്ങൾ CSIR JRF ഫെല്ലോ ആണെങ്കിൽ അല്ലെങ്കിൽ UGC ഫെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കൂടാതെ നിങ്ങൾക്ക് ഒരു 20,000 രൂപ എക്സ്ട്രാ എല്ലാ വർഷവും 20,000 അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് 20,000 രൂപ നമുക്ക് എക്സ്ട്രയും ലഭിക്കുന്നതാണ്. ഇത് ഇപ്പൊ NBHM ആണെങ്കിൽ അത് 40,000 രൂപയാവും. അപ്പൊ ആ ചെറിയ വ്യത്യാസങ്ങൾ ഫെലോഷിപ്പ് മാറുന്ന അനുസരിച്ച് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ എമൗണ്ട് ഈ പറഞ്ഞ പോലെ സെയിം ആണ്, 37K ആണ്. അതുപോലെ 42K ആണ് SRFന്. അപ്പോൾ ചെലവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ, അതായത് ഏകദേശം ഒരു സെമിസ്റ്ററിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവിടെ അതിൻ്റെതായുള്ള സെമിസ്റ്റർ ഫീ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫീ. ഇപ്പൊ ഇൻക്ലൂഡിങ് ഫുഡൊക്കെ ഏകദേശം ഒരു സെമിസ്റ്ററിൽ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഒരു സെമിസ്റ്ററിലാണ് പറയുന്നത്, അതായത് 6 മാസം. അപ്പോൾ ഒരു 60K to 70K ആണ് ഏകദേശം സ്പെൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെർ മന്ത് എടുക്കുകയാണെങ്കിൽ ഏകദേശം 10K to 12K അറൗണ്ട് നമുക്ക് ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ അത്രയും നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ആവും. അപ്പോഴും നമുക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് പൈസ ഉണ്ടെന്നുള്ള രീതിയിൽ പറയാണ്. നിങ്ങൾക്ക് ആ രീതിയിൽ കണക്ക് കൂട്ടാം. അതായത് PhDയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം വരുമെന്നുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയാണ്. അപ്പോൾ ഇതല്ലാതെ ഇതിപ്പോ ഏത് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യാനാണെങ്കിലും ആണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുമ്പോൾ IIT, IISc അല്ലെങ്കിൽ ഐസറുകൾ അല്ലെങ്കിൽ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ NITസിലും നമുക്ക് പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. സോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഫെലോഷിപ്പും ഈ പറഞ്ഞ റേറ്റ് എമൗണ്ട് ആണ് വരുന്നത്. പക്ഷെ ഈ PMRF എന്ന് പറയും, പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ്, അത് എല്ലാ സ്ഥലത്തും ഇല്ല. IITസിലും IISc, ഐസർ പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PMRF അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. PMRF എന്ന് പറയുമ്പോൾ അതിൽ ഒരു മാസത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 70,000 ആണ് ഫസ്റ്റ് 2 years. നിങ്ങൾക്ക് ഫസ്റ്റ് 2 years 70,000, അതായത് 37 പകരം 70 ആയിരിക്കും കിട്ടുന്നത്. അത് ഓൾമോസ്റ്റ് ഇരട്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് തേർഡ് ഇയറിൽ 75, ഫോർത്തും 5th ഇയറിൽ 80K ആണ് നമുക്ക് ഒരു മാസം കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടിൻജൻസി ഉണ്ടല്ലോ, അതായത് ഓരോ വർഷം കിട്ടുന്ന 20,000 അല്ലെങ്കിൽ 40,000 പകരം PMRF ഫെലോസിന് കിട്ടുന്നത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് റിസർച്ചിനായിട്ടുള്ള എന്ത് കാര്യത്തിനും എക്സ്ട്രാ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അത്രയും ഫണ്ട് നമുക്ക് കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഓപ്പർച്യൂണിറ്റി ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ നിലവിലുള്ളൂ. ഇത് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാം. പൊതുവെ വളരെ കുറച്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 1-2 പേരൊക്കെയാണ് ആദ്യമേ സെലക്ട് ചെയ്യാറ്. റീസെന്റ്
കുറച്ച് നാൾ മുന്നേ കുറച്ച് അധികം പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇത് അത്ര ഈസി അല്ല കിട്ടാൻ. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ പറയാണ്. IITസിലും ഐസറിലും IISc പോലത്തെ ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ ഒന്ന് രണ്ട് പേരെന്നാണോ അതോ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണോ? അല്ല എങ്ങനെയാണ് ഒന്ന് രണ്ട് ഓക്കെ പേര്? സോറി ഞാൻ പറഞ്ഞത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ വർഷം ആ സൈക്കിളിൽ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കണക്കാ പറഞ്ഞത്. ആ സൈക്കിളിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഇതൊരു 10 പേര് അല്ലെങ്കിൽ ഇപ്പൊ ഒരു 15 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1-2 പേർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് 1-2 പ്രാവശ്യം അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പിന്നീടും അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാണ് അത് ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ ഫണ്ടിങ്ങിന്റെ ഒരു വലിയ വ്യത്യാസം ഇതിലാണ് വരുന്നത്. മറ്റ് ഫെലോഷിപ്പ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിന്തിക്കാം ഇതിലേക്ക് PhDയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എന്താ നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഞാൻ ഈ പറഞ്ഞ ഇത് വെച്ച് ആലോചിക്കാം. അപ്പോൾ ഇപ്പൊ റിസർച്ചിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഫാക്കൽറ്റി പൊസിഷൻ എന്താണ് നോക്കിയാണ് നമ്മൾ റിസർച്ച് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ PhDയിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഫാക്കൽറ്റി പൊസിഷൻ കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ ടീച്ചിങ് പ്ലസ് അല്ലെങ്കിൽ റിസർച്ച് ഓപ്റ്റ് ചെയ്യുന്നവരാണ് പൊതുവെ PhDയിലേക്ക് ഇറങ്ങുക. കാരണം നമ്മൾ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ സംസാരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ ജോബ് റിലേറ്റഡ് പോവുകയാണെങ്കിൽ തന്നെ PhD കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ രീതിയിലേക്ക് തിരിഞ്ഞു പോവാം. PhD ഉള്ളതും ഒരു വാല്യൂ ആണ്, അത് നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് PhD നമ്മൾ പൊതുവെ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുന്ന ആളുകളാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുക. അത് തന്നെ യൂണിവേഴ്സിറ്റി ലെവലിൽ ടീച്ചിങ് പൊസിഷൻ നോക്കുന്നവർ. അപ്പോൾ PhD ഉള്ളത് കൊണ്ടുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ്പീരിയൻസ് വെച്ച് റിസർച്ച് എക്സ്പീരിയൻസ് വെച്ച് പല യൂണിവേഴ്സിറ്റികളിലും നമുക്ക് ഫാക്കൽറ്റി പൊസിഷൻ അപ്ലൈ ചെയ്യാം. ആൻഡ് ഇന്നത്തെ ഒരു ഇത് വെച്ച് നമുക്ക് ആക്ച്വലി PhD കഴിഞ്ഞിട്ടാണെങ്കിലും ഫർദർ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ IIT തന്നെ എടുത്തു കഴിഞ്ഞാൽ IITയിൽ എങ്ങനെയായിരിക്കും ഫാക്കൽറ്റി പൊസിഷൻ അല്ലെങ്കിൽ കിട്ടുക? IIT പോലത്തെ ഒരു സ്ഥാപനത്തിൽ അപ്പോൾ പലരും ചോദിക്കേണ്ട IIT പഠിച്ചു കഴിഞ്ഞാൽ IITയിൽ ഫാക്കൽറ്റി ആവാൻ പറ്റുമോ? അപ്പോൾ അതായത് അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നല്ല. പക്ഷെ നമ്മൾ അത്രയും വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് ഒരു ഫാക്കൽറ്റി പൊസിഷൻ കിട്ടണമെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റിയിൽ പൊസിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടീച്ചിങ് മാത്രമല്ല, നമ്മൾ അവിടെ കൂടെ റിസർച്ചും ചെയ്യേണ്ടി വരും, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ റിസർച്ച് പ്ലസ് ടീച്ചിങ് പൊസിഷൻസ് ആണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഫാക്കൽറ്റി പൊസിഷൻ നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ IITസിൽ അല്ലെങ്കിൽ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് PhD മാത്രം പോരാ. അതായത് നമ്മൾ PhD ഒരു റിക്വയർമെന്റ് ആണ്, പ്ലസ് നമ്മൾ കുറച്ചുകൂടി റിസർച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ IITs മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈവൻ അല്ലാത്ത യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും നമുക്ക് എപ്പോഴും PhD കഴിഞ്ഞാൽ പോലും നമുക്ക് പോസ്റ്റ് ഡോക്ക്, ഇപ്പൊ നേരത്തെ സംസാരിച്ച സ്പീക്കർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പോസ്റ്റ് ഡോക്കിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഫർദർ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അതൊരു ടെമ്പററി പൊസിഷൻ ആയിരിക്കും PhD കഴിഞ്ഞാലും ചെയ്യുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ ഒരു 90 to 1 lakh നമുക്ക് മാസം കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു പൊസിഷൻ ആയിരിക്കും. അത് ടെമ്പററി പൊസിഷൻ ആണെങ്കിൽ പോലും ആക്ച്വലി ഈ റിസർച്ച് എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മുടെ റിസർച്ച് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടുകയും നമുക്ക് പിന്നീട് പല സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഫാക്കൽറ്റി പൊസിഷൻ ആണെങ്കിലും മറ്റേതായാലും അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ ടൈമിൽ PhD എടുക്കുന്ന ആളുകളും വളരെ കൂടുതലാണ്. PhD കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും നമ്മൾ ഫർദർ റിസർച്ച് പ്ലസ് ടീച്ചിങ് മൈൻഡിലുള്ള ആളുകൾ നോക്കുമ്പോൾ ഇതുപോലത്തെ യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റി പൊസിഷൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു ഡയറക്ഷനിൽ പോകാനെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ PhD കഴിഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ ഇനി PhDയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് PhD എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ പൊതുവെ നമ്മൾ മാസ്റ്റേഴ്സ് തന്നെ BScയിൽ നമുക്ക് അത്രയും ചിലപ്പോൾ ഐഡിയ കിട്ടണമെന്നില്ല. മാസ്റ്റേഴ്സിൽ വെച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമായിരിക്കും, നമുക്ക് ഇന്ന സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് വെച്ച് നമുക്ക് ഒരു നമ്മളുടെ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഫാക്കൽറ്റീസിനെ അപ്രോച്ച് ചെയ്ത് അവരിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാം ഇതൊക്കെയാണ് കാര്യങ്ങൾ, റിസർച്ച് നടക്കുന്നത്. അവർ വഴി ചിലപ്പോൾ നമുക്ക് പല റിസർച്ച് ഇന്റേൺഷിപ്പോ ഒക്കെ ചെയ്യാൻ പറ്റും. മാസ്റ്റേഴ്സ് MSc ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇതുപോലെ പല ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് പല യൂണിവേഴ്സിറ്റിയിലും പോയി നമുക്ക്, ഇപ്പൊ നമ്മൾ നാട്ടിലെ കോളേജിലാണ് MSc ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് റിസർച്ച് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ, IIT-ലോ ഐസറിലോ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഫാക്കൽറ്റീസിന്റെ അടുത്ത് പോയി പ്രൊജക്റ്റ് പോലെ ചെയ്യാനുള്ള, അതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നീട് ഫ്യൂച്ചറിൽ റിസർച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു PhD-യിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ റിസർച്ചിലേക്ക് ഒരു ചെറിയ എന്താ പറയാ, ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും PhD-യിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സിൽ തന്നെ നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ്, അത് 1 or 2 ആവാം, അത് ഐഡന്റിഫൈ ചെയ്യുക. ആ രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച്, ഇപ്പോൾ നിങ്ങൾ PhD ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ഓരോ യൂണിവേഴ്സിറ്റിയിലെയും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അവിടെ ഈ പറഞ്ഞ നിങ്ങളുടെ JRF ഇത് വെച്ചിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. JRF-ഓ ഗേറ്റോ NBHM-ഓ ഇതിൽ ഏതെങ്കിലും ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പൊതുവെ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അതിൽ നിന്നായിരിക്കും അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചിലപ്പോൾ അവർ ഔട്ട്സൈഡ് ഓഫ് ഡൊമൈനും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. പൊതുവെ PhD അഡ്മിഷൻ കിട്ടുന്ന ഇന്റർവ്യൂ ബേസിസിലാണ്. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ്. ഈവൻ IIT ആണെങ്കിൽ പോലും ഡിഫറെന്റ് IITs-ൽ ഡിഫറെന്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ പിന്നെ ഇപ്പോൾ റിസർച്ച്, പിന്നെ ഇവിടെ റിസർച്ച് ചെയ്യുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, ഇപ്പൊ ഞാൻ കൂടുതലും ഇന്ത്യയിൽ റിസർച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ നമുക്ക് പല കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പേപ്പർ പ്രസന്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള ഫണ്ടിങ്, അപ്പോൾ ഇതിലൊന്നും നമ്മുടെ കയ്യിൽ നിന്ന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഇതിലൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാതെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമുക്ക് ഫണ്ടിങ് തരും. നമുക്ക് ഈ പറഞ്ഞ പുറത്ത് രാജ്യത്ത് പോയി കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാനുള്ള ട്രാവലും ഫുഡും അക്കോമഡേഷനും ഉൾപ്പെടെ എല്ലാ ഫണ്ടിങ്ങും ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. ഇത്തരം യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് കാശെടുക്കാതെ, നമുക്ക് ഒറ്റ പൈസ എടുക്കാതെ നമുക്ക് ഇവരുടെ ഫണ്ട് വെച്ച് നമുക്ക് കോൺഫറൻസ് ഒക്കെ പോയിട്ട് വരാം. പിന്നെ മേ ബി ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി കിരൺ സാർ വന്നിട്ടുണ്ട്. സോ ഇനി കിരൺ സാറിന് കണ്ടിന്യൂ ചെയ്യാം. മ്യൂട്ടാണ്. സോറി, നേരത്തെ കുറച്ച് നെറ്റ്വർക്ക് ട്രബിൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു BSc MSc ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി ഇനി PhD-യിലോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആൾ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നന്നായിട്ട് ചെയ്യാം അപ്പാർട്ട് ഫ്രം എക്സാമിന് പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമ്മർ സ്കൂൾസ് ആക്ച്വലി അവൈലബിൾ ആണ്.
അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെത് സിലബസ് എന്ന് പറയുന്നത് ജനറലി BSc-യുടെയും MSc-യുടെയും ബേസിക് ആയിട്ടുള്ള സിലബസുകൾ തന്നെ ആയിരിക്കും. പക്ഷെ അത് പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും. ഇപ്പം ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും അങ്ങനെയുള്ള സമ്മർ സ്കൂൾസ് ജനറൽ ആയിട്ട് പഠിപ്പിക്കുക. മെയിൻ ആയിട്ടുള്ള സമ്മർ സ്കൂൾസ് എന്ന് പറയുന്നത് ഒന്ന് MTTS എന്ന് പറയുന്നതാണ്, മാത്തമാറ്റിക്സ് ട്രെയിനിങ് ആൻഡ് ടാലന്റ് സെർച്ച്. അപ്പോൾ അവരുടെ സെക്കൻഡ് ഇയർ BSc, ഫസ്റ്റ് ഇയർ MSc, അതുപോലെ സെക്കൻഡ് ഇയർ BSc, തേർഡ് ഇയർ BSc, അതുപോലെ ഫസ്റ്റ് ഇയർ MSc. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ലേറ്റർ ആയിട്ട് ഞാൻ അത് ആൻസർ ചെയ്യാം. ഓക്കെ. പിന്നെ അതിനുശേഷം ഉള്ളത് വേറെന്നുള്ളത് SPIM എന്ന് പറഞ്ഞിട്ട് അത് HRIയുടെ ഹരിശ്ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അലഹാബാദിന്റെ ഒരു ഇന്റേൺഷിപ്പ് ആണ്. അപ്പൊ ആക്ച്വലി ഒരു സമ്മർ സ്കൂളാണ്. അപ്പൊ അതും ഒരു നല്ല ഇതാണ്. പിന്നെ കേരളത്തിലായിട്ട് കുറച്ചുകൂടി അടുത്ത, അതുപോലെ തന്നെ വുമണിന്റെ ആണെങ്കിൽ വുമൺ സ്റ്റുഡൻസിനായിട്ട് വിജ്ഞാൻ വിദുഷി എന്ന് പറഞ്ഞ് TAFR ഒരു സമ്മർ സ്കൂൾ ഉണ്ട്. ഇത് കൂടാതെ പിന്നെ ഇപ്പം IIT പാലക്കാട് ആക്ച്വലി എല്ലാ വർഷവും ഒരു സമ്മർ സ്കൂൾ നടത്തുന്നുണ്ട്. അതുപോലെ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സും സമ്മർ സ്കൂൾസ് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ വേറെയും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആക്ച്വലി നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് ജനറലി ഉള്ളതെന്ന്. ഇപ്പം ജനറലി ഇങ്ങനെയുള്ള സമ്മർ സ്കൂൾസ് ആക്ച്വലി അറ്റൻഡ് ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനെപ്പറ്റി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി അവിടെ നമുക്ക് സമ്മർ സ്കൂളിലേക്ക് അവർ യൂഷ്വലി അക്കോമഡേഷനും ട്രാവലും അവർ കവർ ചെയ്യും. ഓക്കെ, അക്കോമഡേഷനും ഫുഡും അവർ കവർ ചെയ്യും. മോസ്റ്റ് കേസസിൽ അവർ ട്രാവലും കവർ ചെയ്യും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എസ്പെഷ്യലി നമ്മുടെ കയ്യിൽ അപ്പോഴത്തേക്ക് ഒരു നമുക്ക് പിന്നെ കോസ്റ്റ് ഒന്നുമില്ല, നമ്മളവിടെ പോയി പഠിച്ചാൽ മതി. വേറെ ചില കേസുകളിലാണെങ്കിൽ നമ്മൾ ട്രാവൽ നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ എത്തുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടി വരും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും അക്കോമഡേഷനും ഫുഡും അവർ കവർ ചെയ്യും. ഇതിനകത്തൊക്കെ ഇന്ത്യ എന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ് കാണും. ആൻഡ് ഇത് ഓൾസോ അതും ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾക്ക് ചിലർക്ക് പരിചിതമായിരിക്കില്ല. ഓക്കെ, പക്ഷെ ഇതൊക്കെയും ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പം വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്താണ്, എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപക്ഷെ ഒരുപാട് ചിലപ്പം വേറെ സ്ഥലങ്ങളിൽ PhD ചെയ്യുന്ന ആൾക്കാരെയും കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ജനറലി എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നും എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളതെന്നും ഒക്കെ അറിയാനും നമ്മുടെ അതേ ഏജിലുള്ള ഒരുപാട് മാത്തമാറ്റിക്സ് പഠിക്കുന്നവരെയും ടോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പഠിക്കുന്നവരെയൊക്കെ പരിചയപ്പെടാനും നല്ല എക്സ്പോഷർ കിട്ടാനും. ആൻഡ് ഒന്നും കൂടെ പറയേണ്ടത്, വേറൊരു സമ്മർ സ്കൂൾസ് ഉള്ളത് നാഷണൽ സെന്റർ ഫോർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് TAFR-ന്റെയും IIT ബോംബെയുടെയും ജോയിന്റ് ആയ ഒരു സെന്റർ ഉണ്ട്. അപ്പം അവിടെയും സമ്മർ സ്കൂൾസ് യൂഷ്വലി ഉണ്ടാവാറുണ്ട്, സമ്മർ സ്കൂൾസും ട്രെയിനിങ് പ്രോഗ്രാംസും. അത് പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് സെക്കൻഡ് ഇയർ MSc-ക്കൊക്കെ ആണെങ്കിൽ അത് പക്ഷേ കുറച്ചുകൂടി നിങ്ങൾ ഒരുപക്ഷെ CSIR ക്ലിയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അവരുടെ തന്നെ സമ്മർ സ്കൂൾസും ആക്ച്വലി അല്ലാത്ത ട്രെയിനിങ് പ്രോഗ്രാംസും. അത് ആനുവൽ APS എന്നാണ് പറയുന്നത്, ആനുവൽ ATM വർക്ക്ഷോപ്സ്, അങ്ങനെയാണ് പറയുന്നത് തോന്നുന്നു. അതും കുറച്ച് നന്നായിട്ടുള്ള ഒരു സമ്മർ സ്കൂൾസ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറയുന്നത്, ആനന്ദ് അത് മെൻഷൻ ചെയ്തിരുന്നു, അതായത് വേറെ സ്ഥലങ്ങളിൽ പോയി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ആക്ച്വലി നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇത് പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ അബ്രോഡ്, പർട്ടിക്കുലർലി യൂറോപ്പിൽ PhD പൊസിഷൻസ് നോക്കുകയാണെങ്കിലാണ്. നമ്മൾ യൂറോപ്പിൽ PhD പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുക. അപ്പൊ ആ ഏരിയയിൽ നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റിൽ PhD പൊസിഷൻ കിട്ടുവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി സമ്മർ വെക്കേഷൻസ് കിട്ടുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മൾ പോയി ഒരു പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു പ്രൊഫസറിൻ്റെ കൂടെ ഒരു 2 സമ്മേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ പിന്നീട് അതേ ഏരിയയിൽ ഒരു PhD-ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിട്ട് മാറ്റർ ചെയ്യും. ആൻഡ് ഇപ്പൊ ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും IITs-ലായാലും IISERs ആയാലും അതുപോലെ TAFR, HRI അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും നമ്മൾ സമ്മർ റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിന്റെ ഒരു SRTF സമ്മർ റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇന്ത്യയിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അത് കൂടാതെ ഓരോ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഇപ്പൊ IITs ആയാലും IIT ബോംബെ എടുത്താലും അല്ലെങ്കിൽ ഇപ്പൊ IISERs എടുത്താലും ഒക്കെയും IISER ട്രിവാൻഡ്രം ആയാലും ബാക്കി എല്ലാ IISERs-നും IITs-നും ഒക്കെ അവരുടേതായിട്ടുള്ള സമ്മർ വിസിറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. യൂഷ്വലി BSc സ്റ്റുഡൻസിന് MSc സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. അപ്പൊ അത് എൻ്റയർലി 4 to 6 weeks ആയിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയുടെ കീഴിലായിരിക്കും ആ സമയം വർക്ക് ചെയ്യുക. ആൻഡ് യൂഷ്വലി നമ്മുടെ അവർ നമുക്കൊരു സ്റ്റൈഫൻഡ് തരുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ഓൾ കവർ ആയിരിക്കും. അത് നമുക്കൊരു ഫിനാൻഷ്യലി നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഫിനാൻഷ്യലി നമുക്കൊരു ബാധ്യത ഇല്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ അവിടെ പോയി നല്ലതായിട്ട് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള
പ്രോഗ്രാംസിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ സമ്മർ സ്കൂളും അതുപോലെ ഇത് കണക്കുള്ള വിസിറ്റിംഗ് സമ്മർ പ്രോഗ്രാംസിൽ നിന്ന് റിസർച്ച് പ്രോഗ്രാംസിൽ നിന്ന് ആൾക്കാരെ ഡയറക്ട്ലി PhD ക്ക് എടുക്കാറുണ്ട് പല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ അതിനും കൂടെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ രണ്ട് ചെയ്യുന്നത് നമുക്ക് ജനറലി PhD ഇന്ത്യയിൽ PhD ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ ജനറലി നമ്മുടെ മാത്ത് ഇംപ്രൂവ് ചെയ്യാനും PhD ക്ക് ഓഫ് കോഴ്സ് ആൻഡ് ഇത് രണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇന്ത്യയിൽ റിസർച്ച് ചെയ്യുന്നതും അത് PhD ആയാലും പോസ്റ്റ് ഡോക്ക് ആയാലും ഇനി അബ്രോഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളമാണ്? ഒരുപാട് പേർക്ക് അബ്രോഡ് പോകാൻ താല്പര്യമുള്ള ആൾക്കാരായിട്ട് പൊതുവെ കാണാറുണ്ട്. കേരളത്തിൽ ആ ഒരു ട്രെൻഡ് വളരെ കൂടുതലാണ്. സോ അബ്രോഡ് പോവാൻ PhD ക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്കിന് പോകണമെങ്കിൽ എന്താണ് പ്രൊസീജിയർ, എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ? ഇപ്പൊ കുറെ ആൾക്കാർ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോ PhD ക്കായിട്ട് അബ്രോഡ് പോകുന്നുണ്ട്. അപ്പൊ അതിനെ രണ്ട് ബ്രോഡ് രീതിയിൽ തിരിക്കാം. ഒന്ന് ചില സ്ഥലങ്ങളിൽ ഇപ്പം US ബേസ്ഡ് ആയിട്ട് ഉള്ള സിസ്റ്റം ഉണ്ട്. അതായത് അവിടെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുക. ഇപ്പം നേരത്തെ ആനന്ദ് ഇന്ത്യയുടെ കേസ് പറഞ്ഞ പോലെയുള്ള സിസ്റ്റം തന്നെയാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുക. ഓക്കെ, അവർ നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. ഓക്കെ, നമ്മളുടെ എന്തൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കോഴ്സ്, നമ്മുടെ ഗ്രേഡ്, ഇത് പിന്നെ നമ്മൾ കവർ ലെറ്റർ എഴുതേണ്ടി വരും. അപ്പൊ അതുകൂടാതെ ബാക്കിയുള്ള നമ്മുടെ ടീച്ചേഴ്സിന്റെ റെക്കമെൻഡേഷൻ കാണും. അപ്പൊ ഇതൊക്കെയും നമ്മൾ ഏതെങ്കിലും ഏരിയ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവര് നമ്മളെ സെലക്ട് ചെയ്യുക. ആൻഡ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 2 ഇയർ കോഴ്സ് വർക്ക് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ കോഴ്സ് വർക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കും. എന്നിട്ട് അവിടെ ചെന്ന ശേഷമായിരിക്കും നമ്മളൊരു ഗൈഡിനെ കണ്ടുപിടിക്കുക. നമ്മൾ റിസർച്ച് പ്രോഗ്രാമും റിസർച്ച് ടോപ്പിക്കും ഗൈഡും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക അവിടെ ഓൾറെഡി ജോയിൻ ചെയ്ത ശേഷമായിരിക്കും. അപ്പൊ അതാണ് ഒരു ബ്രോഡായിട്ടുള്ളത്. കുറെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. യൂറോപ്പിലെയും ചില സ്കൂളുകളിലൊക്കെ, ഫോർ എക്സാമ്പിൾ ചില യൂണിവേഴ്സിറ്റീസ് പർട്ടിക്കുലർ UK ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മളിപ്പോൾ ഗ്രാജുവേറ്റ് സ്കൂൾ എന്നാണ് ഇതിനെ പറയുക, ഗ്രാജുവേറ്റ് സ്കൂൾ. അപ്പോൾ ഗ്രാജുവേറ്റ് സ്കൂളായിട്ട് യൂറോപ്പിലും ചില സ്ഥലങ്ങളിലുണ്ട്. ആൻഡ് ഒരു പക്ഷേ ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഉറപ്പില്ല. പക്ഷെ US ബ്രോഡ്ലി ഈ ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. പിന്നെ രണ്ടാമതുള്ളത് യൂറോപ്പിലാണ്. യൂറോപ്പിലെ ജനറലി ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഓൾറെഡി PhD പൊസിഷൻസ് ഫുൾ, അവിടെ അത് PhD എന്ന് പറയുന്ന ഒരു ജോബ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക, ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ല. ഓക്കെ, അപ്പൊ ജോബ് ആയിട്ടാകുമ്പോഴത്തേക്ക് അവര് ഇന്ന പർട്ടിക്കുലർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ഇത് ചെയ്യുക. അവർ ആപ്ലിക്കേഷൻ വിളിക്കുകയായിരിക്കും. അതൊരു ഗ്ലോബൽ ആപ്ലിക്കേഷൻ ആയിരിക്കും മോസ്റ്റ് കേസസ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ ഏരിയ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രോമിസ് കാണിക്കാൻ പറ്റുമെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മൾ ആക്ച്വലി അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കണക്ഷൻ ഉണ്ട് ആ ഏരിയ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാമായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ആ പ്രോജക്റ്റിലേക്കായിരിക്കും അപ്ലൈ ചെയ്യാം. ആ പ്രോജക്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ യൂഷ്വലി നമുക്ക് കോഴ്സ് വർക്ക് ഉണ്ടാവില്ല, മറിച്ച് നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ആൻഡ് കുറച്ചുകൂടെ ഷോർട്ടർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ആണ് ജനറലി രണ്ടിടത്തും ഉള്ളത്. അപ്പം US കേസിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഇല്ല. നമുക്ക് നല്ല ഗ്രേഡ്സ് ഉണ്ട് സാധനങ്ങളാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് യൂറോപ്പിലാണെങ്കിൽ റിസർച്ച് ഓൾറെഡി നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ പലർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. എസെൻഷ്യലി നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ സമ്മർ വിസിറ്റിംഗ് പ്രോഗ്രാംസ് ചെയ്യേണ്ടതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് വരിക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്പയർ സ്കോളർ ആയിട്ട് എങ്ങനെ ഡയറക്റ്റ് PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് MSc സമയത്ത് ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് PhDക്ക് ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് 3 റാങ്ക്സ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇൻസ്പയർ ഫെലോഷിപ്പ് ആണ് എങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇന്ത്യയിൽ PhD ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ടാണ് നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നമുക്ക് CSIR ക്ലിയർ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്പയർ ഫെലോഷിപ്പ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിൽ നിന്നാണ് അവർ PhDക്കായിട്ട് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടെ പറയേണ്ടത്, അപ്പം എസെൻഷ്യലി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആക്ച്വലി ഇപ്പം ഏതെങ്കിലും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നാണ് MSc ചെയ്യുന്നത് എങ്കിൽ
അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഫസേഴ്സുമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഓൾറെഡി പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള റിസർച്ച് ഏരിയാസ് ആയിട്ട് കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഏതൊരു ഇപ്പൊ IITസിൽ MS ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു പക്ഷേ അവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാനുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് ജസ്റ്റ് മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പല യൂണിവേഴ്സിറ്റീസിലും. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ചെയ്യാനെന്ന്. പല സ്ഥലങ്ങളിലും പല യൂണിവേഴ്സിറ്റി പല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫോറിൻ PhDs നോക്കുമ്പോൾ കുറച്ചുകൂടെ ചാൻസ് കൊണ്ടുമായിരിക്കും. പിന്നെ മറ്റൊന്ന് നിങ്ങളിപ്പം എസെൻഷ്യലി മാത്തിലാണ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് മാത്ത് ഇഷ്ടമില്ല, കുറച്ചുകൂടെ വേറെ ഏരിയയിലേക്ക് മാറണം റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണെങ്കിലും ഇപ്പൊ എസെൻഷ്യലി മാത്തിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അല്ലാതെയും ഒരുപക്ഷെ ഇന്റേൺഷിപ്പ് ആയിട്ട് ഇപ്പൊ MS കഴിഞ്ഞിട്ടാണെങ്കിലും ചെറിയ ഇന്റേൺഷിപ്പുകളായിട്ട് നിങ്ങൾക്ക് വേറെ ഏരിയാസിൽ ഇപ്പം റിലേറ്റഡ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഏരിയയിലേക്ക് തിരിഞ്ഞു പോകാനാണ്, അങ്ങനെ ഏരിയാസിൽ PhD ചെയ്യാനാണെങ്കിലും ആ ഒരു ഓപ്ഷനും കൂടെ ജനറലി പോസിബിൾ ആണ്. ഇനി ഇന്ത്യയിൽ PhD ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CSIR, JRF അല്ലെങ്കിൽ ഗേറ്റ് വഴി നമ്മുടെ ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾ സോർട്ടഡ് ആണ്. ഇനി Yes. അബ്രോഡ് ആകുന്ന സമയത്ത് പൊതുവെ ലിവിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. സോ ആ സിറ്റുവേഷനിൽ അവിടെ ഫണ്ടിങ് കാര്യങ്ങൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുക യൂഷ്വലി, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണോ, ആൻഡ് ഏകദേശം ഏത് റേഞ്ചിലാണ് അതിന്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ വരാറ്? സോ യൂഷ്വലി ഇപ്പൊ യൂറോപ്പിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറലി നമ്മൾ ഒരു പ്രോജക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ അവിടെ ആ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ഫണ്ടിങ് വരിക. അപ്പൊ ആ പ്രോജക്റ്റ് ഓൾറെഡി അപ്രൂവ്ഡ് ആയ സമയത്ത് തന്നെ നമ്മുടെ അതിന്റെ ഫണ്ടിങ്ങും ബാക്കിയുള്ള ചിലവുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിജൻസിയുടെ കാര്യം നമുക്ക് യൂഷ്വലി കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ജനറലി ഇപ്പം ബാക്കിയുള്ള നമ്മുടെ ഇപ്പം റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ട്രാവൽസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് വാങ്ങണമെങ്കിലുള്ള ഫണ്ടിങ്, ഇതെല്ലാം യൂഷ്വലി ഈ ഒരു പ്രോജക്റ്റിന്റെ ബേസ്ഡ് ആയിട്ടായിരിക്കും കവർ ഉണ്ടാവുക. അപ്പൊ അത് ഓരോ കൺട്രി അനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ ജനറലി ഉള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ഡീസെന്റ് ലൈഫ് ജീവിക്കാനുള്ള പൈസ കിട്ടും. ഓക്കെ, ഇപ്പം ഇപ്പൊ യൂറോപ്പിലെ ചില കൺട്രീസിലൊക്കെ കുറച്ചുകൂടെ കുറവാണ്. പക്ഷെ ഇപ്പൊ ജർമ്മനിയിലൊക്കെ എനിക്ക് തോന്നുന്നു അറൌണ്ട് 2000 euros ആണ് ജനറലി വരെ, 2000 കുറച്ചുകൂടെ കുറവായിട്ട്. ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ 1500 ഒക്കെ ആണെന്ന് തോന്നുന്നു. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. പക്ഷെ 1 ലക്ഷം 2 ലക്ഷം വരും. പക്ഷെ എങ്കിൽ പോലും അവിടത്തെ നമുക്കൊരു ഡീസെന്റ് ആയിട്ട് ഇപ്പം ലൈഫ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കൊരു ചെറിയൊരു അപ്പാർട്ട്മെന്റ് റെന്റ് എടുക്കാൻ പറ്റും. നമ്മുടെ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യായിരിക്കും. വർഷത്തിൽ നമുക്കൊരു വന്നു പോകാനുള്ള, ഇന്ത്യയിലേക്ക് വന്നു പോകാനുള്ള സാലറി വരും. ആൻഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യൂഷ്വൽ അല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യണോ ഇഷ്ടമാണെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള പൈസ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് അതിനുള്ള പൈസ നമുക്ക് ആക്ച്വലി കവേർഡ് ആയിരിക്കും PhDയിൽ. US ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. റഫ്ലി 4000 മേ ബി കുറച്ചുകൂടെ 4000 അടുത്ത ഡോളേഴ്സ് ഒക്കെ ആയിരിക്കും യൂഷ്വലി വരിക പെർ മന്ത്. അപ്പോ പിന്നെ ഇപ്പൊ ചില കൺട്രീസിലാണെങ്കിൽ വളരെ ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലിവിങ് എക്സ്പെൻസ് കുറച്ചുകൂടെ കൂടിയ കൺട്രീസ് ആണ്. അല്ലെങ്കിൽ എമേർജിംഗ് ആയിട്ട് വരുന്ന കൺട്രീസിൽ ഇപ്പം ഓസ്ട്രേലിയയിൽ കുറച്ചുകൂടെ ഹൈ ആണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലും ജനറലി കുറെ ഹൈ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് യൂഷ്വലി ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഡോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ കുറെ കൂടെ ഹൈ ആയിട്ട് വരും. യെസ്, ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇപ്പൊ ഒരു 90,000 to 1 lakh ഒക്കെയാണ് ജനറലി പോസ്റ്റ് ഡോക്സിന് പേ ചെയ്യുന്നത്. അബ്രോഡ് ആണെങ്കിൽ ഇപ്പം കുറെ കൂടെ ഹൈ ആയിട്ടായിരിക്കും ജനറലി ആ സാലറി കിട്ടുക. സോ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ ചോദിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കാവുന്നതാണ്. സാറേ, ഒരു ഡൗട്ട് വന്നത് ചോദിക്കാനാണേ. ഓക്കെ. അപ്പൊ ആനന്ദ് സാറ് ഈ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പറഞ്ഞല്ലോ ഇവിടെ അവരുടെ IITസിലൊക്കെ. അപ്പം നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ അധ്യാപകരെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്? അവരുടെ അധ്യാപകർ വഴി ഡയറക്റ്റ് അവർക്ക് ഒരു മെയിൽ അയച്ച് അങ്ങനെയൊക്കെയാണോ അപ്രോച്ച് ചെയ്യുക? എങ്ങനെ നമുക്ക് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്? സോ യൂഷ്വലി പല IITസും പല വലിയ സ്ഥാപനങ്ങളും ഒരുമിച്ച് ഇന്റേൺഷിപ്പിന് ലൈക്ക് സമ്മർ ഇന്റേൺഷിപ്പുകളുടെ ഒരു പോർട്ടൽ പോലെ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ IIT ബോംബെ, IIT മദ്രാസ് ഒക്കെ അവരുടെ ഒരു കോമൺ വെബ്സൈറ്റ് യൂഷ്വലി ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു അപ്ലിക്കേഷൻ പീരീഡ് ഉണ്ടാവും.
ആ ഒരു ടൈമിൽ നമ്മളൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് പലപ്പോഴും. ഇനി അതല്ലാതെ നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഫസറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം എന്നാണ്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനും പറ്റും. അതായത് നമുക്ക് ഈവൻ അവരുടെ കോളേജ് ഫാക്കൽറ്റിയുടെ സപ്പോർട്ടോട് കൂടിയോ ഇനി അതല്ല സെപ്പറേറ്റ് ആയിട്ടായാലും IIT-യിലെ പ്രൊഫസേഴ്സിന്റെ എല്ലാം മെയിൽ ID കാര്യങ്ങൾ നമുക്ക് പബ്ലിക്കലി ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അവരെ അപ്രോച്ച് ചെയ്ത് അവർക്കും നല്ലൊരു കാൻഡിഡേറ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ റിപ്ലൈ ചെയ്ത് അങ്ങനെ മെയിൽ ത്രൂ ആണ് നമ്മൾ യൂഷ്വലി അപ്രോച്ച് ചെയ്യാറ് ഒരു വഴി. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ പോർട്ടലും അപ്ലിക്കേഷൻ പ്രൊസീജിയറും എല്ലാം ഉണ്ടാവും. ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടും ചെയ്യാം. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അനുസരിച്ചിട്ടും ഓരോ പ്രൊഫസർക്കും അനുസരിച്ച് എല്ലാം മാറും. കോമൺ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊസീജിയർ യൂഷ്വലി ഉണ്ടാവാറുണ്ട്. അതാണ് യൂഷ്വൽ. ഓക്കെ, അതായത് നമ്മളിപ്പോ MSc ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊരു 2 മാസം വെക്കേഷൻ വരുമല്ലോ നമ്മുടെ കേരളത്തില്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് 2 മാസത്തേനൊക്കെ പോയി ആദ്യം ചെയ്തിട്ട്, കാരണം എന്തായാലും തിരിച്ചവർക്ക് ജൂണിൽ തിരിച്ചു വരേണ്ടി വരും സെക്കൻഡ് ഇയർ ചെയ്യാനായിട്ട്. അപ്പൊ ആ 2 മാസത്തെ പീരീഡിലൊക്കെ ആ ഒരു നമ്മുടെ ഈ ഒരു പീരീഡിലായിരിക്കും അവരുടെ കോമൺ ആയിട്ടുള്ള പോർട്ടൽ, അതോ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ നേരിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? യൂഷ്വലി IITസിലെല്ലാം സമ്മർ വെക്കേഷൻ ഉണ്ടാവുക മെയ് പകുതി മുതൽ അല്ലെങ്കിൽ മെയ് അവസാനമൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. സോ ജൂൺ ജൂലൈ ആണ് മെയിൻലി ടൈം. യൂഷ്വലി ഇന്റേൺഷിപ്സ് 4 to 6 വീക്സ് ഉണ്ടാവാറുള്ളൂ, 2 മാസമൊന്നും ഉണ്ടാവില്ല. സോ അത് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഷെഡ്യൂളുമായിട്ട് മാച്ചിങ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അവിടുത്തെ അധ്യാപകരാണെങ്കിൽ ഇപ്പം ഒരു പ്രോഗ്രാം പോലെയല്ലല്ലോ, അല്ലെങ്കിൽ അവരൊരു ടോപ്പിക് തന്ന് നമ്മൾ അതിനെപ്പറ്റി പഠിച്ച് ഒരു പ്രോജക്റ്റ് പോലെ സബ്മിറ്റ് ചെയ്യുക, ആ ഒരു സ്റ്റൈലിലായിരിക്കുമോ ഈ അവിടുത്തെ ഒക്കെ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ അധ്യാപകര്? അതായത് സ്റ്റൈൽ എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചത്. നമ്മളിപ്പോ ഈ MBBS പോലുള്ള പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഇട്ട് ഇത്ര ദിവസം ഇന്ന ആളുകളുടെ ടോക്കുകൾ ആ ഒരു രീതിയിലാണല്ലോ. നമ്മള് അല്ലാതെയുള്ള അധ്യാപകരുടെ അടുത്ത് നേരിട്ട് പോയി നമ്മൾ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ഒരു മാത്സിന്റെ ഒരു ടോപ്പിക്ക് തന്ന് ആ ഒരു സ്റ്റൈലിലായിരിക്കണം അല്ലെ? അങ്ങനെ ആയിരിക്കും. അതെ, യൂഷ്വലി സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ ലൈക്ക് റീഡിംഗ് പ്രൊജക്ട് റിസർച്ച് പ്രൊജക്ട് എന്ന ലെവലിലാണ് യൂഷ്വലി ഇന്റേൺഷിപ്സ് ഉണ്ടാവാറ് നമ്മൾ പ്രൊഫസർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്. സോ അവരുടെ ഒരു ടോപ്പിക് തരും, അവർ വർക്ക് ചെയ്യുന്ന ഏരിയയുമായിട്ട് ക്ലോസർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്വയം വായിക്കുക, പഠിക്കുക. നമുക്ക് എന്തെങ്കിലും അതിന്റെ അഡ്വാൻസസ് ഉണ്ടാക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. ഈ ഒരു രൂപത്തിലാണ് യൂഷ്വലി ഉണ്ടാവാറ്. ഓക്കെ, താങ്ക് യു സാർ.